ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. രാവിലെ 7 മണിക്ക് 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിക്കും. ആഴ്ചകളുടെ പ്രചാരണത്തിനൊടുവിൽ മധ്യവർഗം പിന്തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പ്രധാന പാർട്ടികൾ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലെ വിജയം അനിവാര്യമാണെങ്കിൽ BJPക്ക് തിരിച്ചുപിടിക്കാനുള്ള ഒരു ശ്രമവും സാധ്യതയുമാണ്. കോൺഗ്രസിനാണെങ്കിൽ ഒരു സീറ്റിലെങ്കിലും ജയിച്ച് നില മെച്ചപ്പെടുത്താമെന്ന മോഹവുമുണ്ട്. ഒരു മാസത്തോളം നീണ്ട പ്രചാരണത്തിൽ മധ്യവർഗത്തെ പാർട്ടികളെല്ലാം കേന്ദ്രീകരിച്ചു. സൗജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴ നൽകി. മധ്യവർഗം കൂട്ടമായി എത്തി പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമെന്ന കണക്കുകൂട്ടൽ പാർട്ടികൾക്കുണ്ട്. ന്യൂഡൽഹി, കൽക്കാജി, ബിജ്വാസൻ, മാളവ്യ നഗർ പോലെ ശക്തമായ മത്സരം നടക്കുന്ന 10 മണ്ഡലങ്ങൾ. കഴിഞ്ഞ 2 തവണയുണ്ടായതുപോലെ വിജയം എളുപ്പമാകില്ല ആം ആദ്മി പാർട്ടിക്ക്. ശക്തമായ പോരാട്ടം BJPയും പുറത്തെടുത്തിട്ടുണ്ട്. സാധാരണക്കാരിലേക്ക് ആശയങ്ങൾ എത്തിക്കാനായി എന്ന് പാർട്ടികൾ വിശ്വസിക്കുന്നു. വികസനവും ജനക്ഷേമ പദ്ധതികളും ഭരണകക്ഷി ചർച്ചയാക്കിയപ്പോൾ ആപ്പിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളിലും വാഗ്ദാനങ്ങളിലുമാണ് BJP ശ്രദ്ധിച്ചത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വലിയ സുരക്ഷ രാജ്യ തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. 42,000 പോലീസ് ഉദ്യോഗസ്ഥർ, 660 ഫ്ലൈയിംഗ് സ്ക്വാഡ്, നിരീക്ഷണത്തിന് ഡ്രോണുകൾ. അധിക സുരക്ഷയ്ക്ക് CRPFന്റെ 150 സംഘങ്ങൾ, 143 അതിർത്തി ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ വേഴ്സസ് നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്ന പോരാട്ടം ലോക്സഭയോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച എല്ലാ സഖ്യങ്ങളെയും പൊളിച്ചെഴുതിയ, കാറ്റിൽ പറത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ്. രാജ്യ തലസ്ഥാനത്തെ പരമ്പരാഗത ഇലക്ഷൻ ശൈലികളെ പൊളിച്ചെഴുതുമോ എന്ന ആകാംക്ഷ ആളുകളിലുണ്ട്. ഡൽഹിയിൽ നിന്നും അർജുൻ പിതാമരൻ, മാതൃഭൂമി ന്യൂസ്.